എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് സെക്കൻഡ് ഇയർ തുല്യതാ സോഷ്യോളജിയുടെ 2024 മെയ് മാസം നടന്ന ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. ചോദ്യങ്ങളും ഉത്തരങ്ങളും വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം. അത് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഈ ചോദ്യപേപ്പറിൽ 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളുണ്ട്. അവയിൽ തന്നെ ഓപ്ഷൻ ഉള്ളതും ഇല്ലാത്തതുമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാ ചോദ്യത്തിനും ഉത്തരം അറിയുമെങ്കിൽ നിങ്ങൾക്ക് സമയവും ഉണ്ടെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുകയാണ് നല്ലത്. പേപ്പർ വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് ലഭ്യമായ ചോദ്യങ്ങളിൽ ഓപ്ഷന് ഉള്ളത് ഒഴിവാക്കിയിട്ടാണ് മാർക്കിടുകയെങ്കിലും ഏറ്റവും നല്ല മാർക്കിനെ നിലനിർത്തി മാർക്ക് കുറഞ്ഞതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ബെസ്റ്റ് ഓഫ് 3 ബെസ്റ്റ് ഓഫ് 5 ഒക്കെയാണ് എടുക്കുക. അപ്പോൾ അതുകൊണ്ട് അറിയുന്നതാണെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഏറ്റവും കൂടുതൽ മാർക്ക് എഴുതിയത് നിലനിർത്തുകയും കുറഞ്ഞ മാർക്ക് ഒഴിവാക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടാൻ നല്ലത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക എന്നുള്ളതാണ്, സമയമുണ്ടെങ്കിൽ. അതിലാദ്യമായിട്ട് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള ചോദ്യമാണ്. അതിൽ 9 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 1 മാർക്ക് വീതമാണ്. അപ്പോൾ അതിൽ 10 എണ്ണത്തിന് ഉത്തരം എഴുതുകയാണെങ്കിൽ, അഥവാ നിങ്ങൾ ശരിയെന്ന് വിചാരിച്ച് എഴുതിയ ഉത്തരം തെറ്റാണെങ്കിൽ മറ്റേതും കൂടി എഴുതുമ്പോൾ അത് പരിഹരിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ഉണ്ടെങ്കിലും എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം. ഒന്നാമത്തെ ചോദ്യം, പദവി ചിഹ്നം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? കാറൽ മാർക്സ്, മാൽത്തൂസ്, മാക്സ് വെബർ, ആഡം സ്മിത്ത്. ഇതിൽ ശരിയായ ഉത്തരം മാക്സ് വെബർ എന്നതാണ്. ഇത് പറയുന്നത് 4-ാമത്തെ അധ്യായം വിപണി ഒരു സാമൂഹ്യ സ്ഥാപനം എന്ന പാഠത്ത് 98-ാമത്തെ പേജിലാണ്. അത് 1-ാമത്തെ ഭാഗത്തിലാണ് ഇത് വരിക. പുസ്തകത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ 98-ാമത്തെ പേജിൽ പറയുന്നുണ്ട് മാക്സ് വെബറാണ് പദവി ചിഹ്നം എന്ന ആശയം, ഈ പദം രൂപീകരിച്ചത് എന്ന് പറയുന്നുണ്ട്. 2-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സീറൈറ്റ് മിൽസുമായി ബന്ധപ്പെട്ട ആശയം ഏതാണ്? അദൃശ്യകരം, സമൂഹശാസ്ത്ര സങ്കല്പം, വർഗസമരം, സാമൂഹ്യ വസ്തുത. ഉത്തരം സമൂഹശാസ്ത്ര സങ്കല്പം എന്നാണ്. സീറൈറ്റ് മിൽസ് പറഞ്ഞ ആശയം അതാണ്. ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഇയറിൽ 1-ാമത്തെ പുസ്തകത്തിൽ 15-ാമത്തെ പേജിലിത് പറയുന്നുണ്ട്. 1-ാമത്തെ പാഠത്തിൽ കേട്ടോ. സീറൈറ്റ് മിൽസാണ് സമൂഹശാസ്ത്ര ഭാവന അല്ലെങ്കിൽ സമൂഹശാസ്ത്ര സങ്കല്പം എന്ന ആശയം അവതരിപ്പിച്ചതെന്ന് പറയുന്നുണ്ട്. 3-ാമത്തെ ചോദ്യം, ആഗോള സംസ്കാരവും പ്രാദേശിക സംസ്കാരവും തമ്മിൽ ഇടകലർന്ന് ഒരു സമ്മിശ്ര സംസ്കാരമായി മാറുന്ന പ്രക്രിയ ഡാഷ് എന്ന് വിളിക്കപ്പെടുന്നു? പാശ്ചാത്യവൽക്കരണം, ആഗോളവൽക്കരണം, ഗ്ലോക്കലൈസേഷൻ, സംസ്കൃതവൽക്കരണം. ഉത്തരം ഗ്ലോക്കലൈസേഷൻ എന്നതാണ്. ഇത് പറയുന്നത് 13-ാമത്തെ പാഠത്തിൽ ആഗോളവൽക്കരണത്തെക്കുറിച്ച് പറയുന്ന പാഠമുണ്ട് 2-ാമത്തെ ഭാഗത്ത്. അത് 113-ാമത്തെ പേജിലാണ്. 2-ാമത്തെ ഭാഗത്തിൽ 113-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് ആഗോളവൽക്കരണവും സംസ്കാരവും എന്നതിൽ. അപ്പോൾ അതിൽ ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നുണ്ട്. 4-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താ പത്രം? ബംഗാൾ ഗസറ്റ്, ദീപിക, ദി ടൈംസ് ഓഫ് ഇന്ത്യ, ദി പയനിയർ. അതിൽ ഉത്തരം ബംഗാൾ ഗസറ്റ് എന്നതാണ്. 1816-ലാണ് ഇത് ആരംഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ വാർത്താപത്രമാണെന്ന് പുസ്തകത്തിലുണ്ട്. 14-ാമത്തെ പാഠത്തിൽ 129-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ പ്രധാന പത്രങ്ങൾ എന്നതിൽ. അടുത്തത് 5-ാമത്തെ ചോദ്യം, മാധ്യമങ്ങൾ ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരാകണമെന്ന് ആഹ്വാനം നൽകിയ വ്യക്തി ആര്? ഗാന്ധിജി, വി ഗിരി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം ജവഹർലാൽ നെഹ്റു എന്നതാണ്.
ഇത് രണ്ടാമത്തെ ഭാഗത്തിൽ 130-ാമത്തെ പേജിൽ പറയുന്നുണ്ട് മാധ്യമങ്ങളെക്കുറിച്ച്, ബഹുജന മാധ്യമങ്ങളെക്കുറിച്ചുള്ള പാഠത്തിൽ. അതിൽ നെഹ്റു ആണ് ഈ ആഹ്വാനം നൽകിയത് എന്ന് പറയുന്നുണ്ട്. 6ാമത്തെ ചോദ്യം, ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിന് ഡാഷ് എന്ന് പറയുന്നു. ഫലഭൂയിഷ്ഠതാ നിരക്ക്, ലിംഗാനുപാതം, ആയുർദൈർഘ്യം, ആശ്രിതാനുപാതം. ഉത്തരം ലിംഗാനുപാതം എന്നാണ്. ഇത് 1ാമത്തെ ഭാഗത്ത് 31-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ജനസംഖ്യാശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് അതിൽ ലിംഗാനുപാതം ഇതാണ് എന്ന് നിർവചനം പറയുന്നുണ്ട്. 7ാമത്തെ ചോദ്യം, ജനസംഖ്യയുടെ സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങൾക്ക് ഡാഷ് ഊന്നൽ നൽകുന്നു. സെൻസസ്, സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം, ഔപചാരിക ജനസംഖ്യാശാസ്ത്രം, സർവേ. ഇതിലുത്തരം സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്നതാണ്. ഇതേ അധ്യായത്തിലെ 1ാമത്തെ ഭാഗത്ത് 26-ാമത്തെ പേജിൽ ഇത് പറയുന്നുണ്ട്. ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ 2 ബ്രാഞ്ചുകളാണ് ഔപചാരിക ജനസംഖ്യാശാസ്ത്രം, സാമൂഹ്യ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയുന്നുണ്ട്. 8ാമത്തെ ചോദ്യം, 2ാം പിന്നോക്കവർഗ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡാഷ് ആയിരുന്നു. VP സിംഗ്, നെഹ്റു, BP മണ്ഡൽ, കാക്ക കലേൽക്കർ. ഉത്തരം BP മണ്ഡൽ എന്നാണ്. ഇത് പറയുന്നത് 1ാമത്തെ പുസ്തകത്തിൽ 119-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. മറ്റു പിന്നോക്ക വർഗ്ഗങ്ങൾ എന്നൊരു ഭാഗത്ത് മറ്റു അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ക്ലാസ്സസ് OBC. അപ്പോൾ OBCയെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നിയോഗിക്കപ്പെട്ടത് കാക്ക കലേൽക്കറും പിന്നെ രണ്ടാമതായി നിയോഗിക്കപ്പെട്ടത് BP മണ്ഡൽ കമ്മീഷനുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരം BP മണ്ഡൽ എന്നതാണ്. അടുത്ത ചോദ്യം 9, ഭരണഘടനയിലെ ഡാഷ് അനുച്ഛേദമനുസരിച്ച് ഗവൺമെൻറ് അയിത്തം നിരോധിച്ചു. ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 46, ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 17 എന്നാണ് ഉത്തരം. ആർട്ടിക്കിൾ 17 അയിത്തം നിരോധിച്ചുകൊണ്ട് പറയുന്ന വകുപ്പ്. ഇത് പറയുന്നത് 1ാമത്തെ ഭാഗത്ത് 118-ാമത്തെ പേജിൽ ഇത് വിവരിക്കുന്നുണ്ട്. അയിത്തോച്ചാടന നിയമം ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നുണ്ട്. 10ാമത്തെ ചോദ്യം, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ മാറ്റി നിർത്തുന്ന രീതിയാണ് സാമൂഹ്യ ശ്രേണീകരണം, സാമൂഹീകരണം, സാമൂഹ്യ ബഹിഷ്കരണം, സംസ്കൃതവൽക്കരണം. ഉത്തരം സാമൂഹ്യ ബഹിഷ്കരണം എന്നാണ്. ഇത് പറയുന്നത് 1ാമത്തെ ഭാഗത്ത് 114-ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെയോ സാമൂഹ്യ വിഭാഗങ്ങളെയോ മാറ്റി നിർത്തുന്ന രീതിയാണ് എന്ന് പറയുന്നുണ്ട്. അടുത്ത ഭാഗം 11 മുതൽ 15 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും 2-3 വാക്യങ്ങളിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. അപ്പോൾ ഇതിൽ 5 ചോദ്യങ്ങൾക്കും നിർബന്ധമായി ഉത്തരം എഴുതണം. ഇതിൽ ഓപ്ഷൻ ഇല്ല. അതിൽ 11ാമത്തെ ചോദ്യം, ഗാർഹികാടിസ്ഥാനത്തിലുള്ള തൊഴിലിൻ്റെ പ്രത്യേകതകൾ എഴുതുക. ഗാർഹികാടിസ്ഥാനത്തിലുള്ള തൊഴിൽ എന്ന് പറഞ്ഞാൽ വീട് കേന്ദ്രീകരിച്ച് ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഇത് പുസ്തകത്തിൽ പറയുന്നത് 2ാമത്തെ ഭാഗത്ത് 89-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഗാർഹികാടിസ്ഥാനത്തിലുള്ള തൊഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ്. കസവ് സാരി, പരവതാനികൾ, ബീഡി, ചന്ദനത്തിരി തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രധാനമായും ഈ മേഖലയിലാണ് നടക്കുന്നത്. ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നത് മുഖ്യമായും സ്ത്രീകളും കുട്ടികളുമാണ്. ഇവ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾ ഏജന്റുമാർ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ ജോലി ചെയ്യുന്നവർക്ക് തുച്ഛമായ കൂലിയെ കിട്ടുകയുള്ളൂ. കൂടുതൽ ലാഭം കിട്ടുന്നത് ഈ ഏജന്റുമാർക്കും അല്ലെങ്കിൽ അതിൻ്റെ ഉടമകൾക്കൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 പ്രത്യേകതകൾ എഴുതുക. 12ാമത്തെ ചോദ്യം, ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ എന്ത്? ശാസ്ത്രീയ മാനേജ്മെൻറ്റ് എന്നാൽ ടൈലറിസം എന്ന പേരിലും അല്ലെങ്കിൽ വ്യാവസായിക എൻജിനീയറിംഗ് എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ മുഴുവൻ ജോലിയും തൊഴിലാളികൾക്ക് വിഭജിച്ചു കൊടുത്ത് സ്റ്റോപ്പ് വാച്ചിൻ്റെ സഹായത്തോടെ തൊഴിലാളികളുടെ ജോലി സമയം ചിട്ടപ്പെടുത്തുന്നു.
ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ട ജോലിയും നിജപ്പെടുത്തിയിട്ടുണ്ടാകും. ഉൽപ്പാദനത്തിന് വേഗത കൂട്ടാനായി അസംബ്ലി ലൈനും അതുപോലെ തന്നെ കൺവെയർ ബെൽറ്റിൻ്റെ ഒക്കെ സഹായം ഉണ്ടാകുന്നു. അങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ജോലി തൊഴിലാളികൾ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. ഇത് അവതരിപ്പിച്ച ആളാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ഇത് പുസ്തകത്തിൽ പറയുന്നത് രണ്ടാമത്തെ ഭാഗത്ത് 86-ാമത്തെ പേജിലാണ്. 13-ാമത്തെ ചോദ്യം, പൊതുമേഖലയിലുള്ള ജോലികളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ജോലിയുടെ പ്രത്യേകതകൾ വ്യത്യസ്തമാണ്. അപ്പോൾ പൊതുമേഖലയുടെ പ്രത്യേകത പറഞ്ഞാൽ അതിൽ യോഗ്യത, ക്വാളിഫിക്കേഷൻ നിർബന്ധമായിട്ടും അതിൽ പറയുന്നുണ്ടാവും. അതുപോലെ ശമ്പളം കൃത്യമായിരിക്കും, നിശ്ചിതമാണ്, സ്ഥിര ജോലിയായിരിക്കും, വീട്ടുവാടക, പ്രമോഷൻ സാധ്യതകൾ, സീനിയോറിറ്റി എന്നിവയെക്കുറിച്ചൊക്കെ വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലീവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൃത്യമായി ലഭ്യമാകും. ജോലിക്ക് ശേഷം അതിൽ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു ജോലി മേഖലയാണ് പൊതുമേഖല. ഇത് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തിൽ 84-ാമത്തെ പേജിലാണ്. 14-ാമത്തെ ചോദ്യം, വിർച്വൽ വിപണി എന്നാൽ എന്ത്? വിർച്വൽ വിപണി എന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നടത്തുന്ന വാങ്ങലുകളും വിൽക്കലുകളുമാണ്. ഇപ്പോൾ ഓഹരി ഷെയർ മാർക്കറ്റുകളൊക്കെ വിർച്വൽ വിപണിയിൽപ്പെട്ടതാണ്. അല്ലെങ്കിൽ ആമസോണ്, ഫ്ലിപ്കാർട്ട് വഴിയൊക്കെ നമ്മൾ നടത്തുന്ന വിൽക്കലും വാങ്ങലും ഒക്കെ വിർച്വൽ വിപണിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേപ്പർലെസ് കറൻസിയാണ്. പേപ്പർ രഹിത കറൻസി ഉപയോഗിച്ച് നടത്തുന്ന കൈമാറ്റങ്ങളാണ് അതിൽ വരുന്നത്. അത് നിമിഷ നേരം കൊണ്ട് അവിടെ വിൽക്കലും വാങ്ങലും നടത്തപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള മാർക്കറ്റാണ്, വിപണിയാണ് വിർച്വൽ വിപണി. 4-ാമത്തെ പാഠത്തിൽ 98-ാമത്തെ പേജിലാണ്, 99-ാമത്തെ പേജിലാണ് ഈ ആശയം വിവരിക്കുന്നത്. 15-ാമത്തെ ചോദ്യം, സംസ്കൃതവൽക്കരണം എന്ന പദം നിർവചിക്കുക. സംസ്കൃതവൽക്കരണം എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിലോ ഗോത്രവർഗത്തിലോ പെട്ടവർ ഉയർന്ന ജാതിയുള്ളവരുടെ, പ്രത്യേകിച്ച് ദ്വിജന്മാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യയശാസ്ത്രവും ജീവിതശൈലിയും സ്വീകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. അപ്പോൾ ഉയർന്ന ജാതികളെ താഴ്ന്ന ജാതികളെ അനുകരിക്കുന്ന പ്രക്രിയയാണ് സംസ്കൃതവൽക്കരണം. ഇത് പറയുന്നത് 32-ാമത്തെ പേജിലാണ്, 2-ാമത്തെ ഭാഗത്തുള്ള സോഷ്യോളജിയുടെ 2-ാമത്തെ ഭാഗത്ത് 32-ാമത്തെ പേജിൽ ഈ ആശയം അവതരിപ്പിക്കുന്നുണ്ട്. MN ശ്രീനിവാസാണ് ഈ ആശയം അവതരിപ്പിച്ച ചിന്തകൻ. അടുത്തത് 16 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 4 സ്കോർ വീതം. അപ്പോൾ 4 ചോദ്യങ്ങളുണ്ട്, ഒരു 3 എണ്ണം എഴുതിയാൽ മതി. പക്ഷേ 4 എണ്ണം അറിയുമെങ്കിൽ എഴുതുന്നതാണ് നല്ലത്. 16-ാമത്തെ ചോദ്യം, സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിൻ്റെ നേട്ടങ്ങളും പരിമിതികളും തിരിച്ചറിയുക. സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് സമൂഹശാസ്ത്ര പഠനത്തിന് ധാരാളം നേട്ടങ്ങളും ദോഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രം ഒരു ജീവിതഗന്ധിയായ വിഷയമായി തോന്നും. അതുപോലെ തന്നെ വിഷയത്തോട് കൂടുതൽ അടുപ്പം തോന്നും. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ സമൂഹശാസ്ത്രം എന്ന വിഷയത്തെ പേടിയില്ലാതെ പഠിക്കാനും സമീപിക്കാനും സാധിക്കും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ മുന്നറിവ് കൊണ്ടുള്ള നേട്ടങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ പരിമിതി എന്ന് പറഞ്ഞാൽ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിൽ ചില മുൻവിധികളും അതുപോലെ തന്നെ പക്ഷപാതിത്വം ഒക്കെ ഉണ്ടാവും. ചുരുക്കത്തിൽ മുന്നറിവുകൾ എന്താണ്, ഭാഗികമാണെന്ന് പറയും, പൂർണ്ണമല്ലാത്തതാണ്, അല്ലെങ്കിൽ പക്ഷപാതിത്വമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ശരിയാക്കി മനസ്സിലാക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി നിർബന്ധിക്കപ്പെടും. അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, നമ്മുടെ മനസ്സിലുള്ളൊരു മുന്നറിവിനെ ശരിയായി പഠിക്കുമ്പോൾ മുന്നറിവുകൾ തിരുത്തേണ്ടി വരും. അപ്പോൾ തിരുത്തുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിമിതി.
ഇത് 12ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. 1ാമത്തെ ഭാഗത്ത് 12ാമത്തെ പേജിലാണിത് വിവരിക്കുന്നത്. അടുത്ത ചോദ്യം 17. അണുകുടുംബവും വിസ്തൃത കുടുംബവും തമ്മിൽ വേർതിരിച്ചറിയുക. അപ്പോൾ അണുകുടുംബത്തെക്കുറിച്ചും വിസ്തൃത കുടുംബത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് 1ാമത്തെ ഭാഗത്ത് 74ാമത്തെ പേജിലാണ്. അണുകുടുംബം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ കുടുംബമാണ് അണുകുടുംബം. അതുപോലെ മാതാപിതാക്കളും അവരുടെ അവിവാഹിതരായ മക്കളുമാണ് അണുകുടുംബത്തിലെ അംഗങ്ങൾ. ഇവയിൽ 2 തലമുറ വരെയുള്ള അംഗങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ വിസ്തൃത കുടുംബം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഒന്നിലധികം ദമ്പതികളും 2ലധികം തലമുറകളും ഒരുമിച്ചു ജീവിക്കുന്ന കുടുംബമാണ്. അതുപോലെ സഹോദരന്മാരും അവരുടെ സ്വന്തം കുടുംബങ്ങളുമാകാം ഇതിലുണ്ടാവുക. ഇനി മക്കളോടും മരുമക്കളോടും കൂടെ അവരുടെ വൃദ്ധ മാതാപിതാക്കളും ഇതിലുണ്ടാവാം. അപ്പം അങ്ങനെ കൂട്ടുകുടുംബവും അല്ലാത്തതും ഉൾപ്പെടുന്ന ഒരു വിശാല കുടുംബമാണ് വിസ്തൃത കുടുംബം. 18ാമത്തെ ചോദ്യം പൗരസമൂഹം എന്ന ആശയം ഉദാഹരണങ്ങൾ സഹിതം വിശദമാക്കുക. പൗരസമൂഹത്തെക്കുറിച്ച് പറയുന്നത് 150ാമത്തെ പേജിലാണ്, 1ാമത്തെ ഭാഗത്ത്. പൗരസമൂഹം എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ സ്വകാര്യതക്കും രാഷ്ട്രീയ സാമ്പത്തിക മണ്ഡലത്തിനും പുറത്ത് വ്യക്തികൾ പ്രവർത്തിക്കുന്ന വിശാലമായ സാമൂഹ്യ മേഖലയെയാണ് പൗരസമൂഹമെന്ന് വിളിക്കുന്നത്. ഇവിടെ വ്യക്തികൾ സ്വമേധയാ ഒത്തുചേരുകയും സ്ഥാപനങ്ങളും സംഘടനകളും രൂപീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ NGO യൂണിയൻസ്, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ, മാധ്യമങ്ങൾ, ചാനലുകൾ, രാഷ്ട്രീയ സംഘടനകളൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലല്ലാതെ അതുപോലെ ലാഭേച്ഛയോടെ പ്രവർത്തിക്കാത്ത എല്ലാ സംഘടനകളും സംവിധാനങ്ങളും പൗരസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഇത് ഗവൺമെൻറ് ജനങ്ങൾക്കെതിരാവുന്നുണ്ടോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം കാണിക്കുന്നുണ്ടോ, അഴിമതി നടത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതിനും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് പൗരസമൂഹം. 19ാമത്തെ ചോദ്യം മതനിരപേക്ഷത എന്ന ആശയത്തിൻ്റെ പാശ്ചാത്യവും ഭാരതീയവുമായ അർത്ഥം വേർതിരിക്കുക. മതനിരപേക്ഷത എന്ന ആശയം അവതരിപ്പിക്കുന്നത് 149ാമത്തെ പേജിലാണ്, 1ാമത്തെ ഭാഗത്ത്. അത് പറയുന്നത് വർഗീയതയുടെ ഒരു പരിഹാരമായിട്ടാണ് മതനിരപേക്ഷയെ അവതരിപ്പിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന് ഇന്ത്യ നൽകുന്ന അർത്ഥവും മറ്റൊന്ന് പാശ്ചാത്യമായ അർത്ഥവും. അപ്പോൾ ഭാരതീയമായ അർത്ഥം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുക എന്നതാണ്. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക. അങ്ങനെ ഗവൺമെൻറ്റിന്, രാഷ്ട്രത്തിനൊരു പ്രത്യേക മതമില്ല എന്നും എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന കൊടുക്കുക എന്നതുമാണ് ഭാരതീയമായ അർത്ഥം. എന്നാൽ പാശ്ചാത്യമായ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എല്ലാ മതങ്ങളിൽ നിന്നും അകന്നു നിൽക്കണമെന്നതാണ്. ഈ 2 അർത്ഥങ്ങളും തമ്മിൽ ചില പൊരുത്തക്കേടുകൾ ചിലപ്പോൾ വരാറുണ്ട്. ഇന്ത്യ ഒരു മതത്തിനും പ്രാധാന്യം നൽകുന്നില്ല എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ മതം നിന്നും തീരെ അകന്ന് നിൽക്കണം എന്ന് പറയുമ്പോൾ ചില നിലപാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില മതങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായി കാണാം. എന്നാൽ ചില സമയങ്ങളിലൊക്കെ അകന്ന് നിൽക്കുന്നതായും കാണാം. ഏതായാലും ഇന്ത്യ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത്. എല്ലാ മതങ്ങളുടെയും പ്രധാന ആഘോഷ ദിനങ്ങളെ ഇന്ത്യ ഗവൺമെൻറ് പൊതു അവധി ദിനമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന എല്ലാ മതങ്ങൾക്കും ഭൂരിപക്ഷ ന്യൂനപക്ഷ ഭേദമന്യേ തുല്യ പരിഗണന കൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ 149ാമത്തെ പേജിൽ വിവരിച്ചിട്ടുണ്ട്. അടുത്ത ഭാഗം 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതം. 20ാമത്തെ ചോദ്യം പ്രബലജാതി എന്നാൽ എന്താണ് എന്ന് ഉദാഹരണ സഹിതം തിരിച്ചറിയുക. പ്രബലജാതി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശക്തിയും രാഷ്ട്രീയ ശക്തിയും അതുപോലെ തന്നെ സംഖ്യാശക്തിയുമുള്ള ജാതി വിഭാഗങ്ങളെയാണ് പ്രബലജാതി എന്ന് പറയുന്നത്. MN ശ്രീനിവാസാണ് ഇങ്ങനെയൊരാശയം അവതരിപ്പിച്ചത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും യാദവന്മാർ, കർണാടകയിലെ ഒക്കലിംഗർമാർ, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ റെഡ്ഡിമാരും കമ്മന്മാരും,
മഹാരാഷ്ട്രയിലെ മറാഠികൾ, പഞ്ചാബ്, ഹരിയാന, പടിഞ്ഞാറെ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ജാട്ടുകൾ, ഗുജറാത്തിലെ പട്ടിദാർമാർ തുടങ്ങിയ ജാതികളൊക്കെ പ്രബല ജാതിക്ക് ഉദാഹരണമാണ്. അപ്പോൾ 3 തരം ശക്തിയുള്ളവരാണ് പ്രബല ജാതികൾ. ഇത് വിശദീകരിക്കുന്നത് 64-ാമത്തെ പേജിലാണ്, 1-ാമത്തെ ഭാഗത്ത്. 21-ാമത്തെ ചോദ്യം, ചരക്കുവൽക്കരണം എന്ന ആശയം ഉദാഹരണ സഹിതം വിശദീകരിക്കുക. ഈ ആശയം അവതരിപ്പിക്കുന്നത് വിപണി എന്ന അധ്യായത്തിലാണ്. 97-ാമത്തെ പേജിൽ, 1-ാമത്തെ ഭാഗത്ത് 97-ാമത്തെ പേജിൽ ഇത് വിവരിക്കുന്നുണ്ട്. ചരക്കുവൽക്കരണം എന്ന് പറഞ്ഞാൽ ചരക്കല്ലാത്ത ഒരു വസ്തുവിനെ ചരക്കാക്കി മാറ്റുകയും കമ്പോള വ്യവസ്ഥയുടെ ഭാഗമാക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചരക്കുവൽക്കരണമെന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് പറഞ്ഞത് കുടിവെള്ളമാണ്. മുമ്പ് കുടിവെള്ളം കുപ്പിയിലാക്കിയിട്ട് വിറ്റിരുന്നില്ല. പക്ഷേ ഇന്ന് വാട്ടർ ബോട്ടിൽ വിൽക്കുന്നുണ്ട് 20 രൂപക്കും 15 രൂപക്കൊക്കെ. അപ്പോൾ അത് മുമ്പ് വിൽപ്പന ചരക്കല്ല, ഇന്ന് വിൽപ്പന ചരക്കാണ്. അത് ചരക്കുവൽക്കരണത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ആരും കുടിവെള്ളം കച്ചവടം ചെയ്തിരുന്നില്ല. കുടിവെള്ളത്തെ കുപ്പിയിലാക്കി വിതരണം ചെയ്യുമ്പോൾ അത് ചരക്കായി മാറുന്നു. അതേപോലെ തന്നെ അധ്വാനം, തൊഴിൽ നൈപുണി എന്നിവ ആകർഷിക്കാനും വാങ്ങാനും വിൽക്കാനും കഴിയുന്ന വസ്തുക്കളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് യൂട്യൂബിലൊക്കെ തൻ്റെ കഴിവുകൾ വിൽക്കുന്ന കുറേ ആളുകളെ കാണാം. അപ്പോൾ കഴിവുകളൊക്കെ ഇന്ന് വിൽപ്പനച്ചരക്കാണ്. അപ്പോൾ വിൽപ്പനച്ചരക്കായി മാറുന്ന അവസ്ഥക്കാണ് ചരക്കുവൽക്കരണമെന്ന് പറയുക. 22-ാമത്തെ ചോദ്യം, ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ അത് വിവരിക്കുന്നത് 2-ാമത്തെ ഭാഗത്ത് 105-ാമത്തെ പേജിൽ വിവരിക്കുന്നുണ്ട്. ആഗോളവൽക്കരണത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എന്ന ഹെഡിങ്ങിൽ. അതിൽ ഉദാരവൽക്കരണ സാമ്പത്തിക നയം, രാജ്യാന്തര കോർപ്പറേഷനുകൾ, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ജ്ഞാന സമ്പദ് വ്യവസ്ഥ, ധനകാര്യത്തിൻ്റെ ആഗോളീകരണം എന്നിവ ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാന സാമ്പത്തിക മാനങ്ങളാണ്. ഇനി അതേപോലെ തന്നെ രാഷ്ട്രീയ മാനങ്ങളും സാംസ്കാരിക മാനങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഉദാരവൽക്കരണത്തിൻ്റെ സാമ്പത്തിക നയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ വിദേശ മാർക്കറ്റിലേക്ക് തുറന്നു കൊടുക്കുന്ന രീതികളുണ്ടായി. ഉദാരവൽക്കരണം അതിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യവൽക്കരണത്തിലേക്കും അത് നയിച്ചു. അപ്പോൾ ലൈസൻസിലൊക്കെ ഇളവ് ഏർപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇറക്കുമതി തീരുവ കുറച്ചു കൊടുത്തുകൊണ്ടൊക്കെ വിദേശ വിപണികളെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം രാജ്യങ്ങളിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്ന കമ്പനികളെയാണ് രാജ്യാന്തര കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്. അത് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി. ഉദാഹരണമായിട്ട് കൊക്കക്കോള എന്ന കമ്പനി, അതുപോലെ തന്നെ വ്യത്യസ്ത കമ്പനികളൊക്കെ രാജ്യാന്തരമായിട്ട് അവർ വിപണനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ പറഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇലക്ട്രോണിക് രീതിയിലൂടെ വിനിമയം ചെയ്യപ്പെടുന്ന അവസ്ഥ. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിൻ്റെ സേവനത്തോടെയൊക്കെ അത് നടത്തപ്പെടുന്നു. അപ്പോൾ അതുവഴി സാമ്പത്തിക രംഗത്ത് ആഗോളീകരണം സംഭവിക്കുന്നു. മറ്റൊന്ന് ഭാരരഹിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ജ്ഞാന സമ്പദ് വ്യവസ്ഥ. മുമ്പത്തെ അപേക്ഷിച്ച് ഇന്നത്തെ സമ്പത്തിൻ്റെ അടിസ്ഥാനം ജ്ഞാനമാണ്, വിജ്ഞാനമാണ്. അതിന് ഭാരമില്ല. മുമ്പത്തെ ഇതിനൊക്കെ നല്ല ഭാരമുണ്ടായിരുന്നു. പാന അല്ലെങ്കിൽ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ മുമ്പ് സമ്പത്തിൻ്റെ അടയാളമായിരുന്നു. അത് ഭാരമുള്ള സമ്പത്താണ്. എന്നാൽ ഇന്ന് ഓൺലൈനിൽ നമുക്ക് എത്ര കാശ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വിനിമയം ചെയ്യാൻ പറ്റും. ക്യാഷ് കയ്യിൽ പേപ്പറായിട്ട് എടുത്ത് വെക്കണമെന്നില്ല, അല്ലാതെ നമുക്ക് പൈസ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എന്താ ഓൺലൈൻ ഭാരരഹിതമായ സമ്പത്താണ്. അപ്പോൾ അതൊക്കെ ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി ധനകാര്യത്തിൻ്റെ ആഗോളീകരണം എന്ന് പറഞ്ഞാൽ ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ശൃംഖലയായിട്ട് മാറിയിട്ടുണ്ട്. ഓഹരി വിപണികളൊക്കെ അതിൽ പെട്ടതാണ്. പരസ്പരം കൂട്ടിയിണക്കപ്പെട്ട ഓഹരി വിപണികൾ, നിമിഷ നേരങ്ങൾ കൊണ്ട് വിനിമയം നടത്തപ്പെടുന്ന വലിയ വലിയ വിപണികൾ ഇന്ന് ലഭ്യമാണ്. ഈ 5 പോയിൻ്റ് എഴുതിയാൽ മതി. 5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി കൂടുതൽ മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ
സംസ്കാരത്തിൻ്റെ ആഗോളവൽക്കരണം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെ ആഗോളവൽക്കരണം കൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് വിവരിക്കുന്നത് 105 പേജിലാണ്. 23 ചോദ്യം, ചേരുംപടി ചേർക്കുക. അതിൽ എ ഭാഗത്ത് ബ്രഹ്മസമാജം, ആര്യസമാജം, അലീഗർ പ്രസ്ഥാനം, പ്രാർത്ഥനാ സമാജം, സത്യശോധക് സമാജം. ബി ഭാഗത്തുള്ളത് MG റാനഡെ, ജ്യോതിബ ഫൂലെ, രാജാറാം മോഹൻ റായ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സ്വാമി ദയാനന്ദ സരസ്വതി. അപ്പോൾ അതിൽ ബ്രഹ്മസമാജം എന്നതിനോട് യോജിച്ചത് രാജാറാം മോഹൻ റായ് എന്നതാണ്. ആര്യസമാജം എന്നതിനോട് യോജിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. അലീഗർ പ്രസ്ഥാനത്തിനോട് യോജിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജത്തിനോട് യോജിച്ചത് MG റാനഡെ. സത്യശോധക സമാജം ജ്യോതിബ ഫൂലെ. ഇതൊക്കെ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളുമാണ്. ഇത് പല ഭാഗങ്ങളിലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 28 പേജിൽ, രണ്ടാമത്തെ ഭാഗത്ത് 28 പേജിൽ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അടുത്ത ഭാഗം 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരമെഴുതുക. 6 സ്കോർ വീതം. 24 ചോദ്യം, ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം എന്താണ് എന്ന് പരിശോധിക്കുക. ഇത് ഒന്നാമത്തെ ഭാഗത്ത് 29 പേജിൽ വിവരിക്കുന്നുണ്ട്. 2 സിദ്ധാന്തങ്ങൾ പറഞ്ഞതിൽ ഒന്ന് മാൽത്തൂസിൻ്റെ സിദ്ധാന്തം, മറ്റൊന്ന് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം 3 ഘട്ടങ്ങളുള്ള ഒരു സിദ്ധാന്തമാണ്. അതിൻ്റെ അടിസ്ഥാനം ഓരോ സമൂഹവും ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക വികസന മാതൃകയാണ് പിന്തുടരുന്നതെന്നും അതിന് പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങളുണ്ടെന്നുമാണ്. ഒന്നാമത്തെ ഘട്ടം അല്പവികസിതവും സാങ്കേതിക പിന്നോക്കാവസ്ഥയിലുമുള്ള ഒരു സമൂഹമാണ് അതിലുള്ളത്. ഇവിടെ ഉയർന്ന ജനനനിരക്കും ഉയർന്ന മരണനിരക്കും കാണപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യാ വളർച്ച കുറഞ്ഞതായിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഘട്ടം പരിവർത്തന ഘട്ടമാണ്. ഇതിൽ സാങ്കേതിക വിദ്യയിൽ പുരോഗതി പ്രാപിക്കാൻ തുടങ്ങുന്നു. ഇവിടെ മുമ്പത്തെ പോലെയുള്ള ഉയർന്ന ജനനിരക്കുണ്ട്, എന്നാൽ വൈദ്യശാസ്ത്ര രംഗത്തെ പുരോഗതി കാരണം മരണനിരക്ക് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യാ വളർച്ച ഉയർന്നു നിൽക്കുന്നു. ഇവിടെ ജനസംഖ്യാ വിസ്ഫോടനം ഉണ്ടാകുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ വികസിത വ്യവസായവൽകൃത സമൂഹത്തിൻ്റെ ഒരു ഘട്ടമാണ്. അതിൽ ജനനനിരക്കും താഴ്ന്നതാണ്, മരണനിരക്കും താഴ്ന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ജനസംഖ്യ വളർച്ചയും താഴുന്നു. ഇത് വികസിത രാജ്യങ്ങളൊക്കെ ഈ ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇന്ത്യ രണ്ടാമത്തെ ഘട്ടത്തിലാണ്, പരിവർത്തന ഘട്ടത്തിലാണ്, അതായത് ജനസംഖ്യാ വിസ്ഫോടനത്തിൻ്റെ ഘട്ടത്തിലാണ്. അടുത്തത് 25 ചോദ്യം, ആഗോളവൽക്കരണം റേഡിയോയെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് തിരിച്ചറിയുക. അപ്പോൾ ആഗോളവൽക്കരണം കൊണ്ട് റേഡിയോ രംഗത്ത് എന്ത് മാറ്റമുണ്ടായി? ഇത് അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഭാഗത്ത് 136 പേജിലാണ്. ബഹുജന മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബഹുജന മാധ്യമങ്ങളുടെ 3 അവസ്ഥകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, കോളനിവൽക്കരണ കാലത്തെ ബഹുജന മാധ്യമങ്ങൾ, അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ബഹുജന മാധ്യമങ്ങൾ, ആഗോളവൽക്കരണവും ബഹുജന മാധ്യമങ്ങളും. അപ്പോൾ അതിൽ എഴുതേണ്ടത് ആഗോളവൽക്കരണം ബഹുജന മാധ്യമമായ റേഡിയോ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ്. പ്രധാനമായിട്ടും അതിൻ്റെ സ്വാധീനം ഈ FM സ്റ്റേഷൻ വഴിയാണ്. FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ. അപ്പോൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള റേഡിയോ ചാനലുകൾ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അതുവരെ ഇന്ത്യയിൽ ആകാശവാണി അല്ലെങ്കിൽ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഉടമസ്ഥതയിലുള്ള റേഡിയോ പ്രക്ഷേപണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് സ്വകാര്യ ഉടമസ്ഥതയുള്ള FM സ്റ്റേഷനുകൾ രൂപീകൃതമായി. 2002 ശേഷമാണത് സംഭവിച്ചത്. റേഡിയോ രംഗത്ത് വിനോദ പരിപാടികളുടെ കടന്നുവരവിന് ഇത് ഉത്തേജനമേകി. FM ചാനലുകളിൽ നിന്ന് യുവാക്കളുടെ ഹരമായിട്ട് മാറിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ ലഭ്യമാകുന്ന FM ചാനലുകളും അവരുടെ ഉടമസ്ഥതയും നമുക്ക് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ റെഡ് FM അതിൻ്റെ ഉടമസ്ഥര് ലിവിങ് മീഡിയയാണ്. റേഡിയോ സിറ്റിയുടെ ഉടമസ്ഥ സ്റ്റാർ നെറ്റ്വർക്കാണ്. റേഡിയോ മിർച്ചി ടൈംസ് ഓഫ് ഇന്ത്യയാണ്. ഇനി കേരളത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ക്ലബ് FM ഉണ്ട് മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ. ഇനി റേഡിയോ മാംഗോ മനോരമയുടെ നേതൃത്വത്തിൽ. അപ്പോൾ അങ്ങനെ FM ചാനലുകൾ
നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ധാരാളമുണ്ട്. അപ്പോൾ FM-ൻ്റെ വരവ് അത് കൂടുതൽ വിനോദരംഗത്താണ് കാര്യമായിട്ട് അതിൻ്റെ ഊന്നലുള്ളത്. ഈ രാഷ്ട്രീയ പരിപാടികൾ അല്ലെങ്കിൽ മറ്റു പരിപാടികളൊന്നും കൂടുതലായിട്ട് അതിൽ പ്രക്ഷേപണം ചെയ്യപ്പെടാറില്ല. അപ്പോൾ ഈ ഒരു FM-ൻ്റെ സ്വാധീനം ആണ് കൂടുതലായിട്ട് ആഗോളവൽക്കരണം റേഡിയോയിൽ ഉണ്ടാക്കിയതായിട്ട് എഴുതേണ്ടത്. 26ാമത്തെ ചോദ്യം, സതീഷ് സബർവാൾ എന്ന സമൂഹശാസ്ത്രജ്ഞൻ നിരീക്ഷിച്ച കൊളോണിയൽ ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിൻ്റെ 3 വശങ്ങൾ വിശദമാക്കുക. ഈ ഒരു ഭാഗം വിശദീകരിക്കുന്നത് 2ാമത്തെ ഭാഗത്തിൽ 28ാമത്തെ പേജിലാണ്. അപ്പോൾ അതിൽ പറയുന്നത്, സമൂഹശാസ്ത്രജ്ഞനായ സതീഷ് സബർവാൾ കൊളോണിയൽ ഇന്ത്യയിലെ മാറ്റങ്ങളുടെ 3 തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആധുനിക പശ്ചാത്തലത്തെ വിശദീകരിക്കുന്നു. 1. ആശയവിനിമയ രീതികൾ. 2. സംഘടനാ രൂപങ്ങൾ. 3. ആശയങ്ങളുടെ സ്വഭാവം. ഇതിൽ ആശയവിനിമയ രീതികളിൽ പറയുന്നത്, നൂതന സാങ്കേതിക വിദ്യകൾ ആശയവിനിമയ രീതികളുടെ വേഗത വർദ്ധിപ്പിച്ചു. അച്ചടിയന്ത്രം, ടെലഗ്രാഫ്, മൈക്രോഫോൺ, ആവിക്കപ്പലുകൾ, റെയിൽവേ എന്നിവ പുതിയ ആശയങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കാൻ സഹായിച്ചു. പുതിയ വിനിമയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ ആശയങ്ങൾ പരസ്പരം കൈമാറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കാനും ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അവർക്ക് സാധിച്ചു. ഉദാഹരണത്തിന്, ബംഗാളിലെ കേശവ് ചന്ദ്ര സെൻ 1864 മദ്രാസ് സന്ദർശിച്ചു. പണ്ഡിത രമാബായി രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ സന്ദർശിച്ചു. പരിഷ്കർത്താക്കളിൽ ചിലർ മറ്റു രാജ്യങ്ങൾ പോലും സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അതിന് സഹായിച്ചത് പുതിയ ആശയവിനിമയ രീതികളാണ്. ഇനി മറ്റൊന്ന്, സംഘടനാ രൂപങ്ങൾ. ബ്രഹ്മസമാജം ബംഗാളിലും ആര്യസമാജം പഞ്ചാബിലും ആരംഭിച്ചു. അതുപോലെ തന്നെ ധാരാളം സാമൂഹ്യ പരിഷ്കരണ സംഘടനകൾ ഇക്കാലത്ത് രൂപീകരിക്കപ്പെട്ടു. 1914 അഖിലേന്ത്യാ മുസ്ലിം വനിതാ കോൺഫറൻസ് സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ പരിഷ്കർത്താക്കൾ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പൊതുസമ്മേളനം നടത്തുകയും പത്രം, വാർത്താപത്രിക തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് സംഘടനകളാണ്. ഇനി 3ാമത്തെ ആശയം, ആശയങ്ങളുടെ സ്വഭാവം. പുതിയ ആശയങ്ങളായ ഉദാരവൽക്കരണവും സ്വാതന്ത്ര്യവും ഇക്കാലത്ത് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. കുടുംബ രൂപീകരണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള പുത്തൻ ആശയങ്ങൾ ഉയർന്നു വന്നു. സംസ്കാരത്തിലും പാരമ്പര്യത്തിലും സ്വാഭിമാനം വളർത്തുന്നതിനെക്കുറിച്ചും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തിന് വലിയ പ്രാധാന്യം നൽകി പ്രാചീന പൈതൃകം നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയുടെ പാത തിരഞ്ഞെടുക്കുക എന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി തീർന്നു. സ്ത്രീ വിദ്യാഭ്യാസം എന്ന ആശയം വ്യാപകമായും തീക്ഷ്ണമായും ചർച്ച ചെയ്യപ്പെട്ടു. സാമൂഹ്യ പരിഷ്കർത്താവായ ജ്യോതിബ ഫൂലെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ വിദ്യാലയം ആരംഭിച്ചത്. ആധുനികവും പരമ്പരാഗതവുമായ ആശയങ്ങളെ അവലംബിച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തെ സാധൂകരിക്കാനുള്ള പരിഷ്കർത്താക്കളുടെ ശ്രമം നമുക്ക് കാണാം. ഈ 3 പോയിന്റുകൾ വിശദീകരിച്ച് എഴുതുകയാണ് വേണ്ടത്. 27ാമത്തെ ചോദ്യം, MSA റാവു നിരീക്ഷിച്ച നാഗരിക സ്വാധീനത്തിൻ്റെ 3 വ്യത്യസ്ത സാഹചര്യങ്ങൾ വിശദീകരിക്കുക. ഇത് വിവരിക്കുന്നത് 2ാമത്തെ ഭാഗത്തിൽ 18ാമത്തെ പേജിലാണ്. അപ്പോൾ 3 നാഗരിക സ്വാധീനങ്ങളെ MSA റാവു എന്ന സോഷ്യോളജിസ്റ്റ് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പറയുന്നത്, ഗ്രാമങ്ങളിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ തൊഴിലന്വേഷിച്ച് നഗരങ്ങളിലേക്ക് പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. വർഷത്തിൽ 4-5 തവണയാണ് അവർ നാട്ടിലേക്ക് മടങ്ങുന്നത്. നല്ലൊരു വിഭാഗം വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറിയിട്ടുണ്ട്. തങ്ങളുടെ ഗ്രാമങ്ങളിൽ അവർ മനോഹരമായ വീടുകൾ നിർമ്മിക്കുകയും ഭൂമിയിലും വ്യവസായത്തിലും പണം നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമൂലം ഈ ഗ്രാമങ്ങൾ ക്രമേണ നാഗരിക സ്വഭാവം കൈവരിക്കുന്നു. 2ാമത്തെ ഒരു സ്വാധീനം, വ്യാവസായിക നഗരങ്ങൾക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലാണ് 2ാമത്തെ തരത്തിലുള്ള നഗര സ്വാധീനം കാണുന്നത്. ഇത് ഉദാഹരണത്തിന് ഭിലായ് നഗരത്തിലുള്ള ഗ്രാമങ്ങൾക്ക് നടുവിൽ ഒരു വ്യവസായശാല ഉയർന്നു വന്നപ്പോൾ ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും പിഴുതെറിയപ്പെടുകയും മറ്റു ചില ഗ്രാമങ്ങളുടെ ഭൂമി ഭാഗികമായി നഗരത്തിന് വേണ്ടി ഒഴിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഒഴിപ്പിച്ചെടുത്ത ഭൂമിയിലേക്ക് കുടിയേറ്റക്കാരായ തൊഴിലാളികൾ വന്നുചേരാൻ തുടങ്ങി. ഇത് വീടുകൾക്ക് ആവശ്യകത വർദ്ധിപ്പിച്ചു. ഗ്രാമത്തിൽ വിപണിയുടെ ആവശ്യകതയുണ്ടായി. ഒപ്പം കുടിയേറ്റക്കാരും തദ്ദേശീയരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായും വന്നു.
ഇനി മൂന്നാമത്തെ സ്വാധീനം, മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ വളർച്ച സമീപ ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. ഇതിനായി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചിലത് പൂർണ്ണമായും നഗരത്തോട് ചേർക്കപ്പെട്ടപ്പോൾ മറ്റിടങ്ങളിൽ അധിവാസ പ്രദേശങ്ങളൊഴികെയുള്ള ഭൂമി മുഴുവൻ നഗരവികസനത്തിനായി ഏറ്റെടുക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു നഗരം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ അതിൻ്റെ സ്വാധീനം കാണും. പ്രധാനപ്പെട്ട 3 സ്വാധീനങ്ങളെക്കുറിച്ചാണ് MSc റാവു അവതരിപ്പിച്ചത്. 18ാമത്തെ പേജിലാണിത് അവതരിപ്പിക്കുന്നത്. അടുത്ത ഭാഗം 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ 2 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 8 സ്കോർ വീതം. അപ്പോൾ എസ്സേ ടൈപ്പ് ചോദ്യമാണ്. 28ാമത്തെ ചോദ്യം, പഞ്ചായത്തി രാജിൻ്റെ ത്രിതല ഘടനയെപ്പറ്റി വിവരിക്കുക. പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുക. അപ്പോൾ ഇതിൽ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. പഞ്ചായത്തി രാജ് ത്രിതല ഘടന, പഞ്ചായത്തിൻ്റെ അധികാരങ്ങൾ, പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. അപ്പോൾ അത് വിവരിക്കുന്നത് 2ാമത്തെ പുസ്തകത്തിൽ 51ാമത്തെ പേജ്, 50-51ാമത്തെ പേജുകളിലാണ് ഇത് വിവരിക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പഞ്ചായത്തിൻ്റെ ത്രിതല ഘടന എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഗ്രാമപഞ്ചായത്ത്, അതിൻ്റെ മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ 3 തലങ്ങളിലുള്ള ഒരു ഘടനയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിനുള്ളത്. അപ്പോൾ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ആയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാമസഭകളാണ്. അപ്പോൾ ഗ്രാമസഭകളിലാണ് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്, അതിനൊക്കെ പരിഹാരം കാണുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്തി രാജ്. ഇത് ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഉൾപ്പെട്ടിരുന്നില്ല. പിന്നെ 1992 ഭരണഘടനാ ഭേദഗതിയിലാണ് ഇത് ഉൾപ്പെടുത്തിയത്. ഈ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ സ്ത്രീകൾക്കും അതുപോലെ SC/ST വിഭാഗങ്ങൾക്കും പ്രത്യേക സംവരണമൊക്കെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘടനയാണ് ത്രിതല ഘടന. ഇനി പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും കുറേയുണ്ട്. പ്രധാനമായിട്ടും സാമ്പത്തിക പുരോഗതിക്കായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുക, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ, തീരുവകൾ, ടോളുകൾ, ഫീസുകൾ എന്നിവ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യുക, പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലുള്ള ഗവൺമെൻറ് ഉത്തരവാദിത്തങ്ങളിൽ സഹായിക്കുക, ശ്മശാനങ്ങൾ സംരക്ഷിക്കുക, ജനനമരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, മാതൃ ശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ നിയന്ത്രണം ഏറ്റെടുക്കുക, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക, കാർഷിക രംഗത്ത് ആവശ്യമായ പ്രോത്സാഹനവും പദ്ധതികളും നടപ്പിലാക്കുക, റോഡുകൾ, പൊതുകെട്ടിടങ്ങൾ, പൊതുകിണറുകൾ, ടാങ്കുകൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കുക, കുടിൽ വ്യവസായവും ചെറുകിട ജലസേചന പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക, IRDP, ICDS എന്നീ പദ്ധതികൾക്ക് മേൽനോട്ടം വഹിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളും ചുമതലകളും പഞ്ചായത്തുകളുണ്ട്. ഇനി ഇതിന് പുറമേയും നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതാം. 29ാമത്തെ ചോദ്യം, ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിവരിക്കുക. അതിൽ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഹരിത വിപ്ലവത്തെ നിർവചിക്കുക. 1, ഗുണാത്മകമായ സ്വാധീനം എഴുതുക. അതുപോലെ ദോഷകരമായ സ്വാധീനം എഴുതുക. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ 1960കളിലുണ്ടായ ഭക്ഷ്യ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി 60കളിലും 70കളിലും ഗവൺമെൻറ് നടപ്പിലാക്കിയ കാർഷിക നവീകരണ പരിപാടിയാണ് ഹരിത വിപ്ലവം. ജലസേചന സൗകര്യമുള്ള മേഖലയിലാണ് ആദ്യമായിട്ട് ഈ പരിപാടി നടപ്പിലാക്കിയത്. പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങൾ ഇതിന് തിരഞ്ഞെടുത്തു. സങ്കര വിത്തുകൾ, കീടനാശിനികൾ, രാസവളങ്ങൾ എന്നിവ സഹായ വിലക്ക് കർഷകർക്ക് നൽകി. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു പദ്ധതിയാണ് ഹരിത വിപ്ലവം. ഇതിൻ്റെ ഗുണാത്മകമായ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഇത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കുന്നതിന് വേണ്ടി ഇത് ഉപകാരപ്പെട്ടു. ധാരാളം കൃഷി വളരെയധികം മികച്ച രീതിയിൽ നല്ല വിളവുള്ളതായിട്ട് മാറി എന്നതൊക്കെ അതിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. സാധാരണ ദോഷകരമായ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് പ്രയോജനപ്പെട്ടത്. ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിച്ചില്ല.
ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് സാധിച്ചില്ല. അതുപോലെ പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്കുണ്ടായിരുന്നില്ല. അസമത്വങ്ങൾ രൂപം കൊള്ളുന്നതിനും ഇത് കാരണമായി. വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കി ഉൽപ്പാദനം നടത്തി. എന്നാൽ ചെറുകിട കർഷകർ ഉപജീവന കൃഷി മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതിന് ഇത് കാരണമായി. അതുപോലെ മറ്റൊന്ന്, ഉഴവ്, മെതി, കൊയ്ത്ത് എന്നീ സേവന ജോലികൾ യന്ത്രങ്ങൾ ഏറ്റെടുത്തപ്പോൾ അത്തരം ജോലികൾ ചെയ്തിരുന്ന ജാതികൾക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് കാരണമായി. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് കൂലി സാധനങ്ങൾക്ക് പകരം പണമായി നൽകാൻ തുടങ്ങിയത് പല വീടുകളിലും ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിന് കാരണമായി. അതുപോലെ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വിളനാശവും കർഷകരെ സാമ്പത്തികമായി തകർത്തു. പരമ്പരാഗത കൃഷിരീതികൾ ഉപയോഗശൂന്യമായി കാണപ്പെട്ടു. അതുപോലെ ജനിതക മാറ്റം വരുത്തിയ വിളകളും വീര്യം കൂടിയ കീടനാശിനികളും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഇടയാക്കി. അപ്പം അങ്ങനെ കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിന് ഹരിതവിപ്ലവം കാരണമായി. ഇത് വിവരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകത്തിൽ 68-ാമത്തെ പേജിലാണ്. 30-ാമത്തെ ചോദ്യം, സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ വിവരിക്കുക. അപ്പോൾ അതിലും സൂചകങ്ങൾ തന്നിട്ടുണ്ട്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളും അതിൻ്റെ സവിശേഷതകളാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ 3 സിദ്ധാന്തങ്ങളുടെ പേരാണ് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം, മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തം, വിഭവ സമാഹരണ സിദ്ധാന്തം. അപ്പോൾ ആദ്യമായിട്ട് എഴുതേണ്ടത് സാമൂഹ്യ പ്രസ്ഥാനം എന്നതാണ്. അപ്പോൾ സാമൂഹ്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളാണ് സാമൂഹിക പ്രസ്ഥാനങ്ങൾ. ഇനി അതിൻ്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ സുസ്ഥിരവും സംഘടിതവുമായ പ്രവർത്തനം, പൊതുവായ ലക്ഷ്യം, പൊതുവായ പ്രത്യയശാസ്ത്രം, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നു, സംഘാടനം, നേതൃത്വം, വ്യവസ്ഥാപിത ഘടന, പ്രകടനങ്ങൾ, തെരുവുനാടകങ്ങൾ തുടങ്ങിയ പ്രതിഷേധ രീതികൾ എന്നിവയൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ഇത് വിവരിക്കുന്നത് രണ്ടാമത്തെ പുസ്തകത്തിൽ 144-ാമത്തെ പേജിലാണ്. ഇനി അടുത്തായിട്ട് സിദ്ധാന്തങ്ങളാണ്. അത് 147-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. 3 സിദ്ധാന്തങ്ങളാണ്. ഒന്ന് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം. അത് പറയുന്നത് ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവരെക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായ പ്രതിഷേധത്തിന് കാരണമാകും. ഈ സിദ്ധാന്തത്തിന് ചില പരിമിതികളുണ്ട്. തിരസ്കരിക്കപ്പെട്ടുവെന്ന വികാരം പല സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് ഉണ്ടാവാമെങ്കിലും അവയെല്ലാം സാമൂഹ്യ പ്രസ്ഥാനങ്ങളായി മാറണമെന്നില്ല. അപഹരണബോധം പോലെ തന്നെ പ്രധാനമാണ് നേതൃത്വവും സംഘാടനവും. ഇവ രണ്ടും ഏതൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളാണ്. അപ്പോൾ ഇതിൽ ഓരോ സിദ്ധാന്തവും അതിൻ്റെ ചെറിയ വിമർശനവും ഉൾപ്പെട്ടതാണ്. ഈ രണ്ടാമത്തെ സിദ്ധാന്തം മാൻഗർ ഓൾസൻ്റെ സിദ്ധാന്തമാണ്. മാൻഗർ ഓൾസൺ അദ്ദേഹത്തിൻ്റെ ദി ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകത്തിലൂടെ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. സ്വാർത്ഥ താല്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമെന്ന് ഓൾസൺ വാദിക്കുന്നു. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ പങ്കാളിയാവണമെങ്കിൽ വ്യക്തിക്ക് നഷ്ടത്തെക്കാൾ കൂടുതൽ ലാഭമുണ്ടായിരിക്കണമെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. എന്നാൽ അതിൻ്റെ ഒരു വിമർശനമായിട്ട് പറയുന്നത് ഈ അഭിപ്രായത്തോട് പലരും യോജിക്കുന്നില്ല. ലാഭനഷ്ടങ്ങൾ കണക്കുകൂട്ടിയല്ല ജനങ്ങൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഇതിനെ വിമർശിക്കുന്നവർ ഓർമ്മിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ സിദ്ധാന്തം പറയുന്നത് വിഭവ സമാഹരണ സിദ്ധാന്തമാണ്. മെക്കാർത്തി, സാൾഡ് എന്നീ ചിന്തകന്മാരാണ് ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സ്വാർത്ഥമതികളായ വ്യക്തിയുടെ സൃഷ്ടിയാണെന്ന് ആണ് ഓൾസൺ വാദിച്ചതെങ്കിൽ ആ ഒരു വാദത്തെ ഇവർ തിരസ്കരിക്കുന്നു. സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം വിഭവങ്ങൾ സമാഹരിക്കുന്നതിനുള്ള അതിൻ്റെ കഴിവാണെന്ന് ഇവർ വാദിക്കുന്നു. നേതൃത്വം, സംഘാടനം, വിനിമയ സൗകര്യങ്ങൾ എന്നിവയാണ് വിഭവങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ നിലവിലുള്ള വിഭവങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന്
ഇതിൻ്റെ വിമർശകർ വാദിക്കുന്നു. അപ്പോൾ ഇതിനെ വിമർശിക്കുന്നവർ അതിനെ ഈ രൂപത്തിൽ എതിർക്കുന്നുണ്ട്. വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമല്ലെന്ന് പാവപ്പെട്ട ജനങ്ങൾ നയിച്ച നിരവധി പ്രസ്ഥാനങ്ങൾ തെളിയിക്കുന്നു. ജെയിംസ് സ്കോട്ട് അദ്ദേഹത്തിൻ്റെ ദുർബലരുടെ ആയുധങ്ങൾ എന്ന പുസ്തകത്തിൽ മലേഷ്യയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഇടയിൽ സജീവമായിരുന്ന അനീതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ വിശകലനം ചെയ്യുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ദൈനംദിന ചെറുത്തുനിൽപ്പ് പ്രവർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ 3 സിദ്ധാന്തങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളത്. അപ്പോൾ ഈ 3 സിദ്ധാന്തങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ നിർവചനവും അതിൻ്റെ സവിശേഷതകളുമാണ് ഈ എസ്സേ ചോദ്യത്തിന് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇത് അവതരിപ്പിക്കുന്നത് അവസാനത്തെ പാഠത്തിലാണ്, 147-ാമത്തെ പേജിൽ. ഇങ്ങനെ 30 ചോദ്യങ്ങളാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. പാഠത്തിൻ്റെ ഏകദേശം എല്ലാ പാഠങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേജ് നമ്പർ സഹിതം നമ്മൾ ഓരോ പാഠത്തിലും വന്ന ഭാഗങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓപ്ഷനുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഓപ്ഷനും കൂടി ഉൾപ്പെടെ എഴുതിയാൽ അത് മറ്റ് ഉത്തരങ്ങളിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് അറിയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും സമയബന്ധിതമായി ഉത്തരം എഴുതുക. എന്നാൽ ഫുൾ സ്കോർ നേടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.